പഞ്ചാബിലെ അമൃതസറിൽ ഗോൾഡൻ ടെമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിഖുകാരുടെ സുവർണ ക്ഷേത്രം. സിഖ് മതം ആരംഭിച്ചപ്പോൾ മുതൽ അതിൻ്റെ ചരിത്രം ഞാൻ വിശദമായി നോക്കിയില്ല. പക്ഷേ 1800-കളിൽ സിഖുകാരുടെ മഹാരാജാവായിരുന്നിട്ടുള്ള മഹാരാജ രഞ്ജിത് സിംഗ് ആണ് പുനർനിർമ്മിച്ചത്. അന്ന് പുനർനിർമ്മിച്ചപ്പോൾ ഏതാണ്ട് 162 സ്വർണം പൂശിയാണ്. അതായത് 24 കാരറ്റിന്റെ പ്യുവർ ഗോൾഡ് ആണ് പൂശിയിരിക്കുന്നത്. അതായത് 916 ഗോൾഡ് എന്ന് നമ്മൾ പറയുന്ന ഗോൾഡ്. അത് എന്താണ് പറയുന്നത്, മതിലുകളിലും ഈ താഴികക്കുടത്തിലും മേൽക്കൂരയിലെല്ലാം പൂശിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ 90-കളിലും മറ്റും അതിലെന്തോ ചില മങ്ങലുകളും മറ്റ് ഇതൊക്കെ ഉണ്ടായപ്പോൾ വീണ്ടും അത് അവർ പുനർനിർമ്മിച്ചു. അപ്പോൾ പുനർനിർമ്മിച്ചപ്പോൾ എന്താ വീണ്ടും സ്വർണം പൂശിയപ്പോൾ എന്താ സംഭവിച്ചത്, അത് വർദ്ധിച്ചു. ഇവിടുത്തെ പോലെ കുറഞ്ഞില്ല, വർദ്ധിച്ചു. എത്ര 700 മുതൽ 900 കിലോ വരെ സ്വർണ്ണമായി. അത് ഇപ്പോൾ പറയുന്നത് 500 കോടി വാല്യൂ ഉള്ള സ്വർണ്ണമാണ് ഈ പറയുന്ന ക്ഷേത്രത്തിലാകെ ഉള്ളതെന്നാണ് പറഞ്ഞത്, ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണമെല്ലാം തന്നെ എല്ലാ വർഷവും അവിടുത്തെ അല്ലേ കൊണ്ടുപോകാറുണ്ട്. അവിടുത്തെ ഈ പറയുന്ന അവരുടെ സമിതി അല്ലേ SPGC അത് പിന്നെ കഴുകി വൃത്തിയാക്കി. അത് കഴുകി വൃത്തിയാക്കുന്നതിനൊക്കെ കർശനമായ ചടങ്ങ് പോലീസ് സംരക്ഷണയില് അത് എഴുതി തിട്ടപ്പെടുത്തി കൃത്യമായൊക്കെ വച്ചതിന് ശേഷം പിന്നീട് ഈ കഴുകി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും പരിശോധിക്കും. അത് കൃത്യമായിട്ട് ആ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണത്തിൽ നിന്ന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ഈ സ്വർണം ആരെങ്കിലും ഇതിൽ അതിക്രമിച്ച് കയറുകയോ തൊടുകയോ ചെയ്താൽ അത് ഉടനെ ആ സൈറൻ ശബ്ദിക്കും. സൈറൻ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ വരെ കേൾക്കാൻ പറ്റുന്ന സൈറനാണത്. അത് ശബ്ദിക്കും. അങ്ങനെ വളരെ സുരക്ഷയോടുകൂടി, കാരണം സ്വർണ്ണമല്ലേ മൊത്തം ഇപ്പോഴത്തെ വില അനുസരിച്ച് സ്വർണം എല്ലായിടും ഒരേ വില തന്നെ. ഇപ്പൊ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 500 കോടിയുടെ വിലമതിക്കുന്ന സ്വർണങ്ങളാണ് ആ സുവർണ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, അതായത് ഈ ക്ഷേത്രം കേരളത്തിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും. അത് ഹിന്ദുക്കളുടെ ക്ഷേത്രമായിരുന്നെങ്കിൽ ഇല്ല, അവിടെ സിഖുകാരന്മാരുടെ ഇപ്പം ഇനി അവിടെ CPM സർക്കാർ വന്നാലും അവിടെ എങ്ങാനും ചെന്ന് കയറി കൊടുത്ത അവന്മാർ വെട്ടിപ്പിരിക്കുക. അറിയാലോ സിഖുകാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി കളിക്കാൻ പറ്റില്ല. ഇനി അതല്ല, ഞാൻ പറയുന്നത് ഇതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു ഇത് കേരളത്തിൽ. നമുക്ക് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, സ്വർണ്ണം പൂശിയ ക്ഷേത്രമല്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് തോക്കും വെച്ച് ആയുധധാരികൾ നിൽപ്പുണ്ട്, അവിടെ കമാൻഡോസ് നിൽപ്പുണ്ട്. പക്ഷെ എനിക്ക് ഡൗട്ടുണ്ട്, അതിൽ കൂടെ തുരങ്കമുണ്ടാക്കി അവന്മാർ എടുത്തോണ്ട് പോകുന്നുണ്ടോ? പല രീതികൾ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് കിണ്ടി വെളി കിടക്കുന്ന കണ്ടു, മറ്റേ പല കാര്യങ്ങൾ നമ്മൾ മണ്ണിൽ, പിന്നെ അത് മണ്ണിൽ നിന്ന് തിരിച്ചു കിട്ടി കാണാതായി. ഡ്രോൺ ഇടയ്ക്കിടയ്ക്കൊക്കെ പറക്കുന്നുണ്ട്. അങ്ങനെ ഡ്രോൺ പറത്തുന്നു, പട്ടം പറത്തുന്നു, പല പരിപാടികളുണ്ട് അവിടെ. നോക്കുന്നതാണ്. അപ്പൊ ഇത് ഡ്രോൺ പറക്കുമ്പോൾ അവിടെ വെടിവെച്ചിടുമ്പോൾ നടക്കൂല, ഒന്നും മനസ്സിലാവും. പട്ടം വിടുമ്പോൾ തുള വീഴുമ്പോൾ മനസ്സിലാവും അതൊന്നും നടക്കൂല എന്നുള്ള. എങ്ങനെ ഇറങ്ങും. എന്തായാലും ഞാൻ ഈ അമൃതസറിന്റെ ക്ഷേത്രം ഇവരെങ്ങനെയാണ് ഇത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത്? ഇത് ശരിയാണ്, വിജയ് ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് കേരളത്തിലായിരുന്നു എങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഒരു അവസ്ഥ, കാരണം ഈ ക്ഷേത്രം എന്തായാലും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കും. ഏതെങ്കിലും ഒരു CPM-ന്റെയോ അല്ലെങ്കിൽ പിന്നെ വലതുപക്ഷത്തിന്റെയോ മന്ത്രിമാർ വരും. ഈ കക്കലിലെ വലതുപക്ഷം ഇടതുപക്ഷ BJP എന്നൊന്നുമില്ല. ആര് വേണമെങ്കിലും കക്ക. കാരണം ഇല്ല, ഞാൻ കാര്യം പറയട്ടെ, ആത്യന്തികമായിട്ട് ഇത് നമ്മൾ സർക്കാരിന് CPM മാത്രം വിചാരിച്ചാലും നടക്കില്ല. അടിസ്ഥാനപരമായിട്ട് ഹിന്ദുവിന് ബാധിച്ച മൂല്യച്യുതിയാണ് ഇതിന് കാരണം. അതായത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ ക്ഷേത്രത്തിലെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിലെ ഈ സ്വർണം അവരത്രയും പവിത്രതയോടെയാണ് കാണുന്നത്. അതില് ഞാൻ കുറച്ച് കക്കാൻ പോവുകയാണ്, നിനക്കും കൂടെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ സമ്മതിച്ചില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കട്ടാൽ എനിക്ക് എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നവന് ഹിന്ദു ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് വന്ന ഒരു മൂല്യച്യുതിയാണ് ഇതിന് ആത്യന്തികമായിട്ട്. അതായത് തുറന്നു കൊടുക്കാൻ ആളുണ്ടെങ്കിലേ മോഷ്ടിക്കാൻ എളുപ്പമല്ലേ. ശബരിമല എന്ന് പറയുന്നത് സാധാരണക്കാരൻ പിന്നെ അയ്യപ്പനെ കാണാൻ വരുന്നു. ഇപ്പൊ ഒരു സിനിമയിൽ നമ്മൾ പണ്ട് അദ്വൈത സിനിമയിൽ പിന്നെ ജയറാം പറയുന്ന ഒരു ഡയലോഗ് രാവിലെ വിജയ് എന്നെ കേൾപ്പിച്ചു. അതിൽ പറയുന്നത് പോലെയാണ് നമ്മുടെ പാവങ്ങൾ തീർക്കാൻ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രായച്ചിത്തമായി നമ്മൾ ഇടുന്ന ഓരോ തുട്ടുകൾ, ഓരോ നാണയങ്ങൾ കുമിഞ്ഞു കൂടിയാണ് കോടികളാകുന്നത്. അപ്പൊ ഇതൊക്കെ സാധാരണ പിന്നെ വിജയ് മല്യയെ പോലുള്ള ഒരു മദ്യ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഫ്ലൈറ്റൊക്കെ കിങ്ഫിഷർ എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലൈറ്റൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് വളരാൻ വേണ്ടി 39 കിലോഗ്രാം സ്വർണം കൊണ്ടുവന്ന് ആ ദ്വാരപാല വിഗ്രഹം പൂശി കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ അടുത്ത് പൂശുമ്പോൾ അത് കൂടുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ പൂശും തോറും കുറഞ്ഞു 50 കിലോഗ്രാം സ്വർണ്ണമാണ് ഇനി കാണാനുള്ളത്. 50 പവന്റെ സ്വർണമാണ് മോഷണം പോയത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ, അമൃതസർ കേരളത്തിലായിരുന്നു, ഹിന്ദുക്കളുടെ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കീഴിലായിരുന്നുവെങ്കിൽ റംബൂട്ടാൻ കണ്ടിട്ടുണ്ടാവും. റംബൂട്ടാന്റെ തൊലി വെച്ച് ഒരു വെള്ള മാത്രം. അതുപോലെ ഇതിനെ മൊത്തം
ഇതിനെ തുണി അഴിച്ചു വെച്ച് കാണിച്ചു തന്നെ നമുക്ക് ആ ലെവലിൽ. കാരണം രാത്രി ഇരുന്ന് കുത്തിയിരുന്ന് ഒരച്ചൊരച്ചെടുക്കും. കാരണം ഇത് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റൂലല്ലോ, താഴികക്കുടത്തിലും മറ്റു ഭാഗത്തൊക്കെ അല്ല. അതുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങണ സമയത്ത് ഇരുന്ന് ഒരയ്ക്കും. ഒരച്ചൊരച്ചൊരച്ചൊരച്ച് മൊത്തവും മറ്റേ ഈ മറ്റേ തുണി ഇല്ലാത്ത കുറെ ഇതുണ്ടല്ലോ, അത് കൂരകളുണ്ടല്ലോ, അതുപോലെ വേണമെങ്കിൽ ഉമ്മാരാക്കിയെടുക്കും. ഇവിടെ അല്ല, ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അധികാരത്തിനെ ചൊല്ലി തർക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കോടതിയിൽ പോയവന്മാരാണല്ലോ ഇവര്. അതെ, അപ്പൊ മറ്റേ രാജകുടുംബത്തിൽ നിന്ന്. അതെ, രാജകുടുംബത്തിൽ നിന്ന് ഇത് സിഖ് മതത്തിന്റെ ആത്മീയമായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ടാണ്, ആത്മീയ ചൈതന്യമുള്ള ഒരു ക്ഷേത്രം, സംസ്കാരങ്ങളുടെ ആത്മീയതയുടെ ക്ഷേത്രമായിട്ടാണ് അമൃതസർ ക്ഷേത്രം അവർ കാണുന്നത്. ക്ഷേത്രത്തിന് മുകളിൽ പൊതിഞ്ഞ സ്വർണം, താഴികക്കുടത്തിൽ പൊതിഞ്ഞ സ്വർണം, അതിന്റെ മതിൽ ഭാഗികമായും പൂർണ്ണമായും സ്വർണത്തിലാണ്. 750 കിലോഗ്രാം മുതൽ 900 കിലോഗ്രാം വരെയാണ് ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 800 കിലോഗ്രാമായി. അല്ല, അതായത് 900 കിലോഗ്രാം ഓരോ തവണ വൃത്തിയാക്കുമ്പോഴും കൂടുകയാണ് ചെയ്യുന്നത്. അതായത് 750 മുതൽ 900 വരെയാണ് അവർ കണക്കാക്കുന്നത്. ഈ ഏകദേശം 500 കോടിയുടെ സ്വർണം ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് ഇപ്പോഴും പറയുന്നത്. കാരണം ഒരിക്കലും ഒരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല. കാരണം മോഷ്ടിക്കാൻ ആരെയും സമ്മതിച്ചിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കഴുകുമ്പോൾ അതിന് മുൻപ് ഇതിന്റെ തൂക്കവും കളവും കൃത്യമായി എടുത്തു വയ്ക്കും. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പണിക്കാരൊക്കെ പോകുന്നതിന് മുന്നേ അവരെയൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ ഇത് വീണ്ടും പരിശോധിക്കും. എന്നിട്ടാണ് ഈ ജോലിക്ക് വരുന്നവരെ പോലെ ഇവർ പുറത്തു വിടുന്നത്. അത് മാത്രമല്ല, ഈ വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇവരുടേതായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിന് പോലീസിന്റെ സംരക്ഷണം കൂടി ഇവർ ചോദിക്കും. ആ പോലീസിന്റെ സംരക്ഷണത്തോടെയാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. പഞ്ചാബ് പോലീസും കൂടി ചേർന്നുകൊണ്ടാണ് ഇവരുടെ ഈ വൃത്തിയാക്കൽ പരിപാടികളൊക്കെ നടക്കുന്നത്. ആ വൃത്തിയാക്കലിൽ ഇന്ന് വരെ ഒരു മില്ലിയുടെ സ്വർണം പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ, എനിക്ക് 1-2 മാസത്തിനുള്ളിൽ ഒരു ദേവസ്വം ജീവനക്കാരനെ പുറത്താക്കിയത് ഓർമ്മയുണ്ടോ? അതായത് മോഷ്ടിച്ചതിന് പൈസ മോഷ്ടിച്ചത്. അതായത് ഇത് എണ്ണുന്ന സമയത്താണ് ഇത് മോഷ്ടിക്കുന്നത്. അതായത് CCTV ഉള്ളതുകൊണ്ട് മാത്രമാണ് പിടിക്കപ്പെടാതെ. അപ്പൊ ഞാൻ ചിന്തിച്ച CCTV എന്ന് പറയുന്നത് ഇപ്പോൾ എത്തിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിന് മുന്നേ CCTV ഇല്ലായിരുന്നു. അപ്പൊ എത്രത്തോളം മോഷ്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, ഹിന്ദുക്കളുടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് നിധികൾ കാണും, ഒരുപാട് ഈ ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ട ഞാൻ പറയുന്ന തൃശ്ശൂർ അല്ല, നമ്മുടെ ഗുരുവായൂർ അമ്പലം ഒക്കെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊരു എന്താ പറയുക, വിവാദമായിട്ടല്ല പറയുന്നത്. പ്രവചന സ്വഭാവമുള്ള ഒരു കാര്യം പറയട്ടെ. അടുത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിഗ്രഹം കാണാതാവും. അത് നോക്കിക്കോ, അത് മോഷണം, അതായത് മോഷണം സർക്കാർ ചെയ്യുമെന്നല്ല പറഞ്ഞു, ഒരു മോഷണ ശ്രമം ഉണ്ടാവുകയും അത് തിരികെ പിടിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അത് ഈ പറയുന്ന കേരളത്തിനെ പിടിച്ച് വിളിക്കുന്ന ഒരു സംഭവമായിരിക്കും. നമുക്ക് അതിലൂടെ ഇതിൻ്റെ കൂടെ തന്നെ അന്ന് നമുക്കിത് ചേർത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും, അതായത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഇടപെടലുകളും നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. കാരണം ഞാൻ പറയുന്നത്, ഇവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രത്തിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ ആയിക്കോട്ടെ, ഭണ്ഡാരത്തിനകത്ത് കൈയിടാൻ ചെന്നവരോട് അടിച്ചോടിച്ചു വിടുവന്മാർ, അത് ആരാണെന്നുണ്ടെങ്കിലും. ഇവിടെ ഇല്ല. കാരണം എന്താണ്, വിഭിന്നമായി കിടക്കുന്ന ഒരു സമൂഹമാണ്. ഇവിടെ ഒന്നും നടക്കില്ല. ഇത് നോക്കുക, 1990-കളിലും 2000-കളിലും ക്ഷേത്രത്തിന് വീണ്ടും സ്വർണ്ണ പൂശൽ നടത്തി. അതിനാൽ ഇപ്പോഴത്തെ കണക്ക് 24 ക്യാരറ്റ് ശുദ്ധ സ്വർണ്ണം ഉൾപ്പെടെ 800 കിലോഗ്രാമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ വിപണി വില പ്രകാരം ഇതിൻ്റെ മൂല്യം കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ. അതായത് ചില കണക്കുകൾ, കൃത്യമായിട്ടുള്ള കണക്കുകളല്ല, ചില കണക്കുകൾ പറയുന്നത് 500 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ പരിപാലനവും സ്വർണത്തിൻ്റെ സംരക്ഷണവും SGPC, അതായത് ശിരോമണി ഗുരുദ്വാര പ്രഭാതക് കമ്മിറ്റി, ഇവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർക്ക് സ്വന്തം ജീവനക്കാരും പരിശീലനം ലഭിച്ച സ്വർണ്ണ പരിപാലന വിദഗ്ധരുമുണ്ട്. സ്വർണം നന്നായി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ശുചീകരണവും പരിപാലന പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും മതിലുകളും പൂശിയിരിക്കുന്ന സ്വർണം കാലാവസ്ഥയും മലിനീകരണവും മൂലം മങ്ങാതിരിക്കാൻ നിയമിതമായി തിളക്കപ്പെടുത്തുകയും ശുചീകരിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ സൂക്ഷ്മമായി ചെയ്യപ്പെടുന്നു. സ്വർണത്തിന്റെ പാളി ഒട്ടും നഷ്ടപ്പെടാതിരിക്കാനാണ് പ്രധാന ശ്രദ്ധ ചെലുത്തുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അനുമതിയുള്ള സ്വർണ്ണ പണിക്കാരെ അല്ലെങ്കിൽ സ്വർണ്ണ പണിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തൂ. ക്ഷേത്ര പരിസരം മുഴുവൻ CCTV ക്യാമറകൾ, മോഡേൺ സെക്യൂരിറ്റി അലാറം സിസ്റ്റങ്ങൾ, മെറ്റൽ ഡിറ്റക്റ്റീവുകൾ എന്നിവ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നു. പഞ്ചാബ് പോലീസിന്റെയും SGPCയുടെയും സംയുക്ത സുരക്ഷാ വിഭാഗം
ക്ഷേത്രം 24 മണിക്കൂറും കാക്കുന്നു. രാത്രി സമയത്തും ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക ഗാർഡുകൾ നിരന്തരം പെട്രോളിംഗ് നടക്കുന്നു. സ്വർണ്ണപ്പാളികൾ മാറ്റേണ്ടി വന്നാൽ അല്ലെങ്കിൽ നവീകരണം ചെയ്യേണ്ടി വന്നാൽ SGPC അതിന് പ്രത്യേക ചടങ്ങും കർശനമായ പരിശോധന നടത്തി മാത്രമേ അവ അനുവദിക്കൂ. ഈ സമയത്ത് സുരക്ഷാ സേനയും പോലീസ് സേനയും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. സിഖ് മതവിശ്വാസികൾ ഈ സ്വർണ്ണക്ഷേത്രത്തെ പരമപവിത്രമായ സ്ഥാനമായി കണക്കാക്കുന്നു. അതിനാൽ ഭക്തരും സന്നദ്ധ പ്രവർത്തകരും ക്ഷേത്രത്തിന്റെ ശുചിത്വത്തിനും സുരക്ഷയ്ക്കും വലിയ പങ്ക് വഹിക്കുന്നു. സ്വർണം മോഷണം പോകുന്നത് പോലുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം സുരക്ഷയും സമൂഹത്തിന്റെ സംരക്ഷണ ബോധവുമാണ് ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ ജനങ്ങളും സിഖുകാരടക്കം ജനങ്ങൾ അവരടക്കം ഈ എത്ര പിന്നെ വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ക്ഷേത്രം എന്ന് അറിയാമോ ഈ അമൃതസർ. ഒരുപാട് ഞാൻ ഇത്തവണത്തെ ഉത്സവത്തിന് ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പേ ആ ക്ഷേത്രം പോയി കാണണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രമാത്രം വിദേശികൾ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഒരു ക്ഷേത്രം, 500 കോടിയുടെ സ്വർണ്ണമുള്ള ഒരു ക്ഷേത്രം ഇപ്പോഴും ഒന്നും പറ്റാതെ ഒരു മില്ലിഗ്രാം പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊരു വലിയ സല്യൂട്ട് തന്നെ നമ്മൾ നൽകണം. ഇവിടെ ഒരു മില്ലിഗ്രാം ഉണ്ടെങ്കിൽ അപ്പം അടിച്ചു മാറ്റിക്കൊണ്ട് ഓടും. എന്നിട്ട് എല്ലാ ദേവസ്വം ബോർഡിനും എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ പണമുള്ള ക്ഷേത്രങ്ങളെല്ലാം അടിച്ചു മാറ്റി വിഴുങ്ങും. 4 കിലോ സ്വർണ്ണമാണ്. 4 കിലോ സ്വർണ്ണത്തിന് എത്ര രൂപ വരുമായിരിക്കും? ഓ നല്ല പൈസ വരും 4 കിലോ സ്വർണ്ണയ്ക്ക്. എന്തായാലും ഇവർക്ക് ഇത് മറ്റേതെങ്കിലും ഒരു സോഴ്സ് അടിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു തുകയായിരിക്കുമല്ലോ. അത് ഇതിനകത്ത് അമ്പലത്തിന്റെ വകയിൽ തന്നെ കയറി കൈയിട്ട് അത് എടുക്കണമെന്ന് പറയുമ്പോൾ അത് എന്താ ഇവർക്ക് ധാർമ്മികത, കാരണം ഇവരുടെ ധാർമ്മികത വർക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതാണ് പ്രശ്നം. അതായത് ദേവസ്വം ബോർഡിലെ അവിശ്വാസികളുടെ ആവശ്യം എന്താണ്? ദേവസ്വം മന്ത്രി അവിശ്വാസിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അവിശ്വാസികളുടെ പാർട്ടിയാണല്ലോ. അപ്പൊ അവർക്കറിയാം ഇല്ലാത്ത ദൈവത്തിന്റെ പേരിൽ കുറെ മണ്ടന്മാർ വന്ന് കുറെ പൈസ എടുക്കുക, അതിൽ നിന്ന് നമ്മൾ എടുത്താൽ എന്ത്? ഹിന്ദു ക്ഷേത്രങ്ങൾ എന്തിനാ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? എന്തിനാണ് സർക്കാർ ഭരിക്കുന്നത്? അവിടെ കാരണം പറഞ്ഞൂടാ. ഇല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ ക്ഷേത്രങ്ങളൊക്കെ പണ്ടേക്ക് പണ്ട് ഇല്ലാതായി പോയേനെ ദേവസ്വം ബോർഡ് ഇല്ലായിരുന്നെങ്കിൽ. എൻഡിങ് ആണ് കൊടുത്തത്. അത് കുഴപ്പമില്ല. കള്ളക്കാവറക്കി